ജനോത്സവമായ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവരുടെ വോട്ട് പലപ്പോഴും ചെയ്യുന്നത് പോസ്റ്റൽ ബാലറ്റ് സിസ്റ്റത്തിൽ കൂടെ ആയിരിക്കും. വയനാട് തന്നെയുള്ള ഉദ്യോഗസ്ഥർ, വയനാടിന് പുറത്തുള്ള ഉദ്യോഗസ്ഥർ, പക്ഷെ അവർ വയനാടുകാരായിരിക്കും. അവരുടെ എല്ലാവരെയും വോട്ട് പലപ്പോഴും പോസ്റ്റൽ ബാലറ്റിൽ കൂടെ ആയിരിക്കും നടക്കുക. ഇതിന്റെ ഹോൾ പ്രോസസ് മാനേജ് ചെയ്യുന്നത് ഞാൻ അടങ്ങുന്ന 25 പേരുള്ള ഡിസ്ട്രിക്ട് ലെവൽ ക്ലിയറിംഗ് സെന്റർ ആണ്. അതാത് ഉദ്യോഗസ്ഥർ നൽകുന്ന ഫോം 12കൾ അത് അൺപോൾഡ് ബാലറ്റ്സ് ആയി പോൾഡ് ബാലറ്റ്സ് ആയി അവരുടെ ട്രെയിനിങ് സെന്റേഴ്സിലുള്ള സ്ഥലത്ത് പോയി അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നത് പലപ്പോഴും നമ്മളൊരു കോർഡിനേഷൻ വഴിയായിരിക്കും. കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ഉള്ള ഉദ്യോഗസ്ഥരും അവരുടെ ഫോംസ് കൈകാര്യം ചെയ്യുന്നതിനായിട്ട് സ്റ്റേറ്റ് ലെവൽ ക്ലിയറിംഗ് സെന്റർ ഉണ്ട്. അതുപോലെ ഓരോ ജില്ലകളിലും ഡിസ്ട്രിക്ട് ലെവൽ ക്ലിയറിംഗ് സെന്റർ ഉണ്ട്, റീജിയണൽ ക്ലിയറിംഗ് സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥർ സമർപ്പിക്കുന്ന ഫോം 12കൾ അതാത് സ്ഥലങ്ങളിലെത്തി അതാത് ഭരണാധികാരികളുടെ അടുത്തേക്ക് എത്തിക്കുക. അത് പ്രോസസ് ചെയ്ത് അൺപോൾഡ് ബാലറ്റ്സ് ആയി മാറുക. അത് തിരിച്ച് വയനാട്ടിലുള്ള ഉദ്യോഗസ്ഥരുടെ കയ്യിൽ, അല്ലെങ്കിൽ വയനാട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, മറ്റു നാട്ടിലുള്ള ഉദ്യോഗസ്ഥർ, ഇപ്പൊ ഞാൻ അടങ്ങുന്ന ആൾക്കാർക്കുള്ളത് ഒക്കെ കൊണ്ടുവരുന്ന ആ ഒരു കോർഡിനേഷൻ പൂർണ്ണമായിട്ടും ചെയ്യുന്നത് ഈ DLCC മുഖാന്തരമാണ്. 24/7 ആണ് DLCCയുടെ പ്രവർത്തനം. തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു പ്രക്രിയ തുടങ്ങി ഇനി തെരഞ്ഞെടുപ്പ് തീരുന്നത് വരെ ഈ ഒരു പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വയനാടുള്ള ഓരോ ഉദ്യോഗസ്ഥരും, വയനാടിന്റെ പുറത്ത് പ്രവർത്തിക്കുന്ന വയനാടുകാരായ ഉദ്യോഗസ്ഥർക്കും അവരുടെ വോട്ടിംഗ് നടപ്പാക്കുക എന്നതാണ് ഡിസ്ട്രിക്ട് ലെവൽ ക്ലിയറിംഗ് സെന്റർ ഒരു വലിയൊരു നെറ്റ്വർക്കിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്നത്. അങ്ങനെ എല്ലാവർക്കും അവരുടെ വോട്ടിംഗ് അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അങ്ങനെ ലെറ്റ്സ് വോട്ട് കേരള.